إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا. ഏറെ ആദരണീയരായ വിശ്വാസിനികളെ, പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാർ, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ലോകത്തിൻ്റെ രക്ഷിതാവായ ഖാലിഖായ മാലിക്കായ മുദബ്ബിറായ റബ്ബ് സുബ്ഹാനഹു തആലയെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്തണേ എന്ന ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വഹാബത്തിനെ ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്ന ആ ഒരു വസിയത്തിനെ ഒന്നുകൂടി ഊന്നൽ നൽകി സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ, അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഏതാനും ഖുത്ബകളിലായിക്കൊണ്ട് ഈമാൻ കാര്യങ്ങളിലെ ഒന്നാമത്തെ റുക്കനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റുക്കിനെ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. അള്ളാഹുവിലുള്ള വിശ്വാസം, അൽ ഈമാനു ബില്ലാ. അള്ളാഹുവിലുള്ള വിശ്വാസം എങ്ങനെയാണ് ഒരു യഥാർത്ഥ വിശ്വാസിയിൽ ഉണ്ടായിരിക്കേണ്ടത് എന്ന് കൃത്യമായി അൽഹംദുലില്ലാ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ റുക്കിന് അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച് നൽകിയത് അൽ ഈമാനു ബിൽ മലായിക, മലക്കുകളിലുള്ള വിശ്വാസം, അള്ളാഹുവിൻ്റെ മലക്കുകളിലുള്ള വിശ്വാസം. എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ അള്ളാഹുവിലുള്ള വിശ്വാസം കഴിഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു തആല രണ്ടാമതായിക്കൊണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാമതായിക്കൊണ്ട് മലക്കുകളിലുള്ള വിശ്വാസം പഠിപ്പിച്ചത്? അതിനേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നുള്ളത്
അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നുള്ളത്, ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിൽ അല്ലെങ്കിൽ പ്രവാചകന്മാർക്ക് ലഭിക്കുന്ന കിതാബുകളിൽ, അവർക്ക് ലഭിക്കുന്ന വഹികളിൽ, അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ, അന്ത്യദിനത്തിൽ, ഖദറിൽ ഒരിക്കലും ഒരാൾക്ക് വിശ്വസിക്കാനാവുകയില്ല. എങ്ങനെയായിട്ടല്ലാതെ? ആ പഠിപ്പിച്ച് നൽകുന്ന പ്രവാചകൻ അള്ളാഹുവിൻ്റെ വഹി ലഭിക്കുന്ന ആളാണെന്ന് വിശ്വസിച്ചിട്ടല്ലാതെ. എങ്കിൽ ആ വഹി നൽകുന്നത് ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല ആരിലൂടെയാണ് ആ വഹി നൽകുന്നത്? ആരിലൂടെയാണ് നൽകുന്നത്? അവൻ്റെ മലക്കുകളിലൂടെ. അപ്പോൾ ഒരിക്കലും മലക്കുകളിൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തിക്ക് റസൂലുകളിൽ വിശ്വസിക്കാൻ കഴിയില്ല. മലക്കുകളിൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തിക്ക് കിതാബുകളിൽ വിശ്വസിക്കാൻ കഴിയില്ല. മലക്കുകളിൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തിക്ക് അന്ത്യദിനത്തിലും ഖദറിലും വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രിയമുള്ളവരെ റസൂലുള്ളാഹിയും അള്ളാഹുവും ഇത്തരത്തിലുള്ള ഓർഡറിൽ കൃത്യമായി നമ്മെ പഠിപ്പിച്ചത്. അപ്പോൾ മലക്കുകളിൽ കൃത്യമായി വിശ്വസിക്കണം. എങ്ങനെയാണ് മലക്കുകൾ വിശ്വസിക്കുക? മലക്കുകളുടെ ലോകം പ്രിയമുള്ളവരെ നമ്മുടെ ലോകം പോലെയല്ല. ഒരിക്കലും നമുക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിച്ചറിയാവുന്ന ലോകമല്ല മലക്കുകളുടെ ലോകം. ഒരു മനുഷ്യൻ സാധാരണയായിക്കൊണ്ട് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് എങ്ങനെയാണ്? കേട്ടറിവ് കൊണ്ട് അല്ലെങ്കിൽ കണ്ടറിവ് കൊണ്ട് തുടങ്ങിയുള്ള അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണ് അവനൊരു കാര്യം പുതുതായി മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ലോകമാണ് മലക്കുകളുടെ ലോകം. ആലമുൻ ഗൈബി, നമുക്ക് അദൃശ്യമായിട്ടുള്ള ലോകമാണ്. അപ്പോൾ ആ ലോകത്തെപ്പറ്റി മനസ്സിലാക്കണമെങ്കിൽ, ആ മലക്കുകളെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെയല്ലാതെ നമുക്ക് സാധിക്കില്ല? അള്ളാഹുവും അവൻ്റെ റസൂലും പഠിപ്പിച്ചത് കൊണ്ടല്ലാതെ നമുക്ക് ആ ലോകം മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ കൃത്യമായി മലക്കുകളുടെ ലോകം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എങ്ങോട്ടാണ് മടങ്ങേണ്ടത്? പരിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലുമേക്കാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകളിലേക്കുമാണ് നമ്മൾ മടങ്ങേണ്ടത്. അവിടെ റസൂലുള്ളാഹിയും അള്ളാഹും എങ്ങനെയാണ് ഖുർആനിലും ഹദീസിലുമായിക്കൊണ്ട് മലക്കുകളെ പറ്റി എന്താണോ വന്നിട്ടുള്ളത് അത് സ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത എന്നുള്ളത്, വിശ്വാസിയുടെ കടമ എന്നുള്ളത്. പ്രിയമുള്ളവരെ, ആരെങ്കിലും മലക്കുകൾ നിഷേധം പ്രകടിപ്പിക്കുകയാണെങ്കിൽ, മലക്കുകളെ നിഷേധിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വമൻ യക്ഫുർ ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറസുലിഹി വൽയൗമിൽ ആഖിരി ഫഖദ് ضل ضلالا بعيدا. തീർച്ചയായും അവൻ അങ്ങേയറ്റം വിദൂരമായ വഴികേടിലായിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, മലക്കുകളെ നിഷേധിക്കൽ തീർത്തും ഹറാമായിട്ടുള്ള കാര്യമാണ്. വിശ്വാസത്തിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് മലക്കുകളെ നിഷേധിക്കുക എന്നുള്ളത്. പ്രമാണബദ്ധമായി എന്താണോ സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ളത് അത് നമ്മൾ സ്ഥിരപ്പെടുത്തുന്നു. ഒരിക്കലും നമ്മൾ കണ്ടറിയുന്ന ഒരു കാര്യമല്ല, ഒരിക്കലും കണ്ടറിയുന്ന കാര്യമല്ല. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പരിശുദ്ധ ദീനിൽ അധിക കാര്യവും ഭൂരിഭാഗം കാര്യങ്ങളും നമ്മൾ കാണാതെയാണ് വിശ്വസിക്കുന്നത്. അതാണ് നമ്മുടെ ഈമാൻ്റെ പവർ എന്ന് പറയുന്നത്. വിശ്വാസം, റബ്ബിനെ നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ റബ്ബിൽ നമ്മൾ അതിയായി വിശ്വസിക്കുന്നുണ്ട്. മലക്കുകളെ നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ മലക്കുകളെ വിശ്വസിക്കുന്നു. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടക്കത്തിൽ പരിചയപ്പെടുത്തി, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, സൂറത്തുൽ ബഖറയിൽ പരിചയപ്പെടുത്തിയില്ല. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യമായ അവർ കാണാത്ത കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്, അവരാണ് യഥാർത്ഥ വിശ്വാസികൾ. വിശ്വാസികളെ പറ്റി അള്ളാഹു പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ്. നമ്മൾ കാണാത്ത കാര്യങ്ങൾ വിശ്വസിക്കുക. ഖബർ ജീവിതം നമ്മൾ കണ്ടിട്ടില്ല, ബർസഖിയായ ജീവിതം നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. പരലോകം നമ്മൾ കണ്ടിട്ടില്ല, സ്വർഗനരകങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതാണ് പ്രിയമുള്ളവരെ യഥാർത്ഥ വിശ്വാസം, കാണാത്ത കാര്യങ്ങൾ വിശ്വസിക്കുക എന്നുള്ളത്. നമുക്കറിയാം, അതുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന പേര് ലഭിച്ചത്. സ്വഹാബത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ സ്വഹാബത്തെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പരിചയപ്പെടുത്തിയത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അല്ലേ? നമുക്കറിയാം, ആ സംഭവം നമുക്കറിയാം. റസൂലുള്ളാഹി ഇസ്രാ മിഅ്റാജ് യാത്ര കഴിഞ്ഞ് വന്ന് ഖുറൈശികൾ കളിയാക്കി, ദാ അബൂബക്കറെ, നിന്റെ കൂട്ടുകാരൻ അവൻ എന്തൊക്കെയോ വാദിക്കുന്നുണ്ട്, ഒറ്റ രാത്രി കൊണ്ട് ഇതാ ഫലസ്തീന് വരെ പോയി എന്ന്, മസ്ജിദുൽ അഖ്സ സന്ദർശിച്ചു എന്ന് അവൻ വാദിക്കുന്നുണ്ട്. മക്കയിലെ ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അത് നടക്കാത്ത കാര്യമാണ്, ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് ഒറ്റ രാത്രി കൊണ്ട് മസ്ജിദുൽ അഖ്സ സന്ദർശിക്കുക എന്നുള്ളത്. നമുക്ക് ഇന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് എളുപ്പമാണ്, ഇന്നത്തെ കാലത്ത് നമുക്ക് എളുപ്പമാണ്. പക്ഷെ അന്ന് കുതിരയിൽ ഏറ്റവും വേഗത കൂടിയ കുതിരയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ പോലും ദിവസങ്ങളും മാസങ്ങളും എടുക്കുമായിരുന്നു മസ്ജിദുൽ അഖ്സയിലെത്താൻ. ഒറ്റ രാത്രി കൊണ്ട് തിരിച്ചെത്തി എന്ന് പറഞ്ഞപ്പോൾ ഖുറൈശികൾക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല, മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഈ ഒരു വാർത്ത അബൂബക്കർ കേട്ടപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചത് ഒറ്റ ചോദ്യമാണ്,
എങ്കിൽ ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ, എങ്കിൽ ഞാൻ അതിനെപ്പറ്റി ഒന്ന് ചോദിച്ചു നോക്കട്ടെ എന്നല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചത്, മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അബൂബക്കർ ഇതാ അതിനെ സത്യപ്പെടുത്തിയിരിക്കുന്നു, ഈ അബൂബക്കർ ഇതാ അതിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന ദൃഢമായ പ്രഖ്യാപനമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടത്തിയത്. ആകാശലോകങ്ങളിൽ നിന്ന് വഹി ലഭിക്കുന്ന പ്രവാചകനാണ് മുഹമ്മദ് എന്ന് വിശ്വസിക്കുന്ന എനിക്കാണോ ഇത് വിശ്വസിക്കാൻ തടസ്സം എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു എന്നാണ്. പ്രിയമുള്ളവരെ, കാണാത്ത കാര്യങ്ങൾ റസൂലുള്ളാഹി പറഞ്ഞു, അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്, അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞു എന്ന ആ പ്രമാണങ്ങളോടുള്ള സമീപനമാണ് അബൂബക്കറിലൂടെ നാം ഓരോരുത്തരും പഠിക്കേണ്ടത്. അതാണ് ഓരോ വിശ്വാസിയിലും ഉണ്ടാകേണ്ടത്. നമ്മൾ കാണാത്ത കാര്യങ്ങൾ, നമ്മൾ കേൾക്കാത്ത കാര്യങ്ങൾ അള്ളാഹുവും അവൻ്റെ റസൂലും പഠിപ്പിച്ച് നൽകിയിട്ടുണ്ടെങ്കിൽ അതുണ്ട് എന്ന് വിശ്വസിക്കലാണ്, അതിൽ ദൃഢമായി വിശ്വസിക്കലാണ് ഒരു വിശ്വാസിയുടെ നിലപാട് എന്നുള്ളത്. അങ്ങനെ കാര്യങ്ങൾ കൃത്യമായി പഠിക്കുമ്പോൾ, മലക്കുകളിലെ വിശ്വാസം കൃത്യമായി നമ്മൾ പഠിക്കുമ്പോൾ അതിന് 4 തരംതിരിക്കാൻ നമുക്ക് സാധിക്കും. മലക്കുകളിലെ വിശ്വാസം 4 നമുക്ക് തിരിക്കാൻ സാധിക്കും. അതിൽ ഒന്നാമതായിക്കൊണ്ട് മലക്കുകൾ ഉണ്ട് എന്ന് വിശ്വസിക്കൽ തന്നെയാണ്. മലക്കുകളുടെ ഉജൂദ് വിശ്വസിക്കൽ, അവർ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് എന്ന് വിശ്വസിക്കലാണ് പ്രിയമുള്ളവർ ആദ്യമായിക്കൊണ്ട് നമുക്ക് മലക്കുകളുടെ കാര്യത്തിൽ ഉണ്ടാകേണ്ടത്. അവർ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്, മലക്കുകൾ അള്ളാഹുവിൻ്റെ അടിമകളാണ് എന്ന് കൃത്യമായി നമ്മൾ വിശ്വസിക്കണം. ഇത് പ്രത്യേകം പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, മുൻപ് കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളിൽ മക്കയിലെ മുശ്രിക്കീങ്ങൾ അവർ വാദിച്ചിരുന്നത് മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്നായിരുന്നു. മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്ന വളരെ നികൃഷ്ടമായിട്ടുള്ള വാദങ്ങൾ അവർക്കുണ്ടായിരുന്നു. മാത്രമല്ല ഇന്ന് യുക്തിവാദികൾ എന്ന് പറയുന്ന പല ആളുകളും മലക്കുകളെ തന്നെ നിഷേധിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ അവർ നിഷേധിച്ച് കളയുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അവർ മലക്കുകളെയും നിഷേധിച്ച് കളയാണ്. മറ്റു ചിലർ വലിയ ശാസ്ത്രം കണ്ടുപിടിക്കുന്ന ആളുകളാണ്, ശാസ്ത്രത്തിൻ്റെ ആളുകളാണ് എന്ന് വാദിക്കുന്ന ആളുകൾ പറയണം മലക്കുകൾ എന്ന് പറയുന്ന ഒരു സംഭവമില്ല, അതൊരു പോസിറ്റീവ് എനർജിയാണ്, അതൊരു ശക്തിയാണ് എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. പ്രിയമുള്ളവർ, അതെല്ലാം തീർത്തും തെറ്റായ ധാരണകളാണ്. ശരിയായിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ, അള്ളാഹുവിൻ്റെ റസൂലും പഠിപ്പിച്ചതുപോലെ മലക്കുകൾ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് മലക്കുകൾ, അള്ളാഹുവിൻ്റെ അടിമകളാണ് മലക്കുകൾ. അവരും മനുഷ്യരെ പോലെ അവർക്കും ഇഖ്തിയാറുണ്ട്. ഒരു കാര്യം നല്ലതാണോ ചീത്തതാണോ എന്ന് ചെയ്യാതിരിക്കാൻ, നല്ലത് ചെയ്യാൻ മനുഷ്യർക്ക് ഇഖ്തിയാറുണ്ട്, അവർക്ക് സ്വമേധയാ തിരഞ്ഞെടുക്കാനുള്ള കഴിവ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. തെറ്റ് ചെയ്യാനുള്ള കഴിവ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ലതും ചീത്തതും പഠിപ്പിച്ചതിന് ശേഷം മനുഷ്യരെ അവരുടെ ഇഷ്ടത്തിന് വിട്ടിരിക്കുകയാണ്, അവർ നല്ലതാണോ ചീത്തതാണോ ചെയ്യുന്നത് എന്ന് നോക്കുവാൻ വേണ്ടി. പ്രിയമുള്ളവരെ, ജിന്നുകൾക്കും അതുപോലെ അവർക്ക് തിരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ട്, മലക്കുകൾക്കും അതുപോലെ തിരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ട്. പലരും വിശ്വസിക്കുന്നത് മലക്കുകൾക്ക് ചീത്തത് ചെയ്യാനുള്ള കഴിവില്ല എന്നാണ്. അവർക്കതിന് കഴിവുണ്ട്, പക്ഷെ അവർ ചീത്തത് ചെയ്യില്ല. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരു കാര്യവും മലക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകില്ല. പ്രിയമുള്ളവരെ, അവർക്ക് രണ്ടിനുമുള്ള കഴിവുണ്ട്, എന്നിരുന്നിട്ടും അവർ അള്ളാഹുവിനെ അനുസരിക്കുക മാത്രമാണ് അവർ ചെയ്യുക. ഒരിക്കലും ഒരു മലക്കിൻ്റെ ഭാഗത്തു നിന്നും അള്ളാഹുവിനോടുള്ള ധിക്കാരം ഉണ്ടാവുകയില്ല. അത്രയും ശ്രേഷ്ഠരായ സൃഷ്ടികളാണ് മലക്കുകൾ എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എടുത്തു പറയുന്നുമുണ്ട്. അത്തരത്തിൽ മലക്കുകളെ പറ്റി കൃത്യമായ വിശ്വാസം നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ പറ്റി സൂറത്തുൽ ഫാത്തിറിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: അൽഹംദുലില്ലാഹി ഫാത്തിറിസ് സമാവാതി വൽ അർദ് ജാഇലിൽ മലായികതി റുസുല. മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂതന്മാരായി സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ്. മലക്ക് എന്ന വാക്കിന് ഭാഷാ പണ്ഡിതന്മാർ അർത്ഥം വെക്കുന്നതിൽ ഇതും കൂടി നമുക്ക് കാണാൻ സാധിക്കും. ദൂതർ, അള്ളാഹുവിൻ്റെ സന്ദേശം അവൻ്റെ പ്രവാചകന്മാരിലേക്ക് എത്തിക്കുന്ന ദൂതർ എന്ന വാക്കർത്ഥം മലക്ക് എന്ന വാക്കിനുണ്ട് എന്ന് ഭാഷാ പണ്ഡിതന്മാർ നൽകിയതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. മലക്കെന്ന് പറഞ്ഞാൽ ദൂതൻ, അള്ളാഹുവിൻ്റെ സന്ദേശം പ്രവാചകന്മാരിലേക്ക് എത്തിക്കുന്നവർ. ജാഇലിൽ മലായികതി റുസുല, എന്നിട്ട് അതിന് ശേഷം അള്ളാഹു പറഞ്ഞു ഉലി അജ്നിഹത്തിൻ. മലക്കുകളെ പറ്റി വിശേഷിപ്പിക്കുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞാണ് ഉലി അജ്നിഹത്തിൻ, അവർ ചിറകുള്ള ആളുകളാകുന്നു. മലക്കുകൾക്ക് ചിറകുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ് മലക്കുകൾക്ക് ചിറകുണ്ട്. മസ്നാ വ സുലാസ വ റുബാ യസീദു ഫിൽ ഖൽഖി മാ യശാ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവർക്ക് 2, 3, 4 ചിറകുള്ള മലക്കുകളുണ്ട്. 2 ചിറകുള്ള മലക്കുകളുണ്ട്,
3 ചിറകുള്ള മലക്കുകളുണ്ട്, 4 ചിറകുള്ള മലക്കുകളുണ്ട്. എന്നാൽ 2, 3, 4 മാത്രമാണുള്ളത്? അല്ല, യസീദു ഫിൽ ഖൽഖി മാ യശാ. അള്ളാഹു ഉദ്ദേശിക്കുന്ന പോലെ അതിൽ കൂട്ടിക്കൊടുക്കും. അവരെ സൃഷ്ടിപ്പിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ച് നൽകും എന്ന് അള്ളാഹ് പറയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമിയെ തൻ്റെ സാക്ഷാൽ രൂപത്തിൽ കണ്ട സന്ദർഭം നമുക്ക് വിവരിച്ച് നൽകുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമയെ റസൂലുള്ളാഹി മലക്കിൻ്റെ രൂപത്തിൽ തന്നെ കാണുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമക്ക് 600 ചിറകുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് ജിബ്രീൽ അലൈഹിസ്സലാം. ആ ജിബ്രീൽ അലൈഹിസ്സലാമക്ക് 600 ചിറകുണ്ടായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ചക്രവാളം മൂടി നിൽക്കുന്ന അത്രയും വലുപ്പമുള്ള ജിബ്രീൽ അലൈഹിസ്സലാം, ആ ജിബ്രീൽ അലൈഹിസ്സലാമിയെ പറ്റി റസൂലുള്ളാഹി നമുക്ക് വിശദീകരിച്ച് നൽകുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഹദീസിലും ഖുർആനിലും വന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി മലക്കുകളെ പറ്റി നമ്മൾ വിശ്വസിക്കണം എന്നുള്ളതാണ്. മലക്കുകൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് എന്ന് നമ്മൾ പറഞ്ഞു. ആ മലക്കുകൾ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്? അവർ പ്രകാശത്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. മനുഷ്യർ കളിമണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതുപോലെ ജിന്നുവർഗം അഗ്നിജ്വാല കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതുപോലെ മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് പ്രകാശം കൊണ്ടാണ്, നൂറ് കൊണ്ടാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും, ഖുലിഖത് അൽ മലായികത്തു മിൻ നൂരിൻ, മലക്കുകൾ പ്രകാശം കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. വഖുലിഖൽ ജാന്നു മിൻ മാരിജിൻ മിൻ നാർ, എന്നാൽ ജിന്നുവർഗം അവർ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അഗ്നിയുടെ ജ്വാലകൾ കൊണ്ടാണ്. വഖുലിഖ ആദമു മിമ്മാ ഉസിഫ ലക്കും, എന്നാൽ മനുഷ്യരെന്ന് പറയുന്നത് നിങ്ങൾക്ക് മുമ്പ് വിശേഷിപ്പിച്ച് നൽകിയത് പോലെയുള്ള അതിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. എന്താണ് വിശേഷിപ്പിച്ച് നൽകിയത്? വഖുലിഖ ആദമു മിമ്മാ തഅലമൂൻ, നിങ്ങൾക്ക് അറിയുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല കളിമണ്ണിൽ നിന്നാണ് മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ്. അപ്പോൾ മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് പ്രകാശത്തിൽ നിന്നാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പ്രിയമുള്ളവരെ, മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുക? പരിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് ആദം നബി അലൈഹിസ്സലാമിയെ സൃഷ്ടിച്ച ആ ഒരു സംഭവം വിശദീകരിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്, അല്ലയോ മലക്കുകളെ, ഞാനിതാ ഭൂമിയിൽ ഒരു സൃഷ്ടിയെ സൃഷ്ടിക്കാൻ പോവുകയാണ് എന്ന് മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ വ്യക്തമാണ്, പരിശുദ്ധ ഖുർആനിൽ അത് വ്യക്തമാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെ സൃഷ്ടിച്ചിട്ട് മലക്കുകളോട് പറയാണ്, മലക്കുകളെ നിങ്ങൾ ആദമിനോട് സുജൂദ് ചെയ്യണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. അതിൽ നിന്നെല്ലാം പ്രിയമുള്ളവരെ കൃത്യമായി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, മനുഷ്യൻ്റെ സൃഷ്ടിപ്പിന് മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായി മലക്കുകളെ പറ്റി വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, മലക്കുകൾ ഉണ്ട്, അവരെന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മളിതിലൂടെ മനസ്സിലാക്കും. ഇൻഷാ അല്ലാഹ് വരുന്ന ഖുത്ബകളിലൂടെ ബാക്കിയുള്ള ഇന്ന് ആ 4 കാര്യങ്ങളിൽ ഒരു കാര്യം മാത്രമാണ് നമ്മൾ വിശദീകരിച്ചിട്ടുള്ളത്. വരുന്ന ഖുത്ബകളിലൂടെ ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള 3 കാര്യങ്ങൾ നമ്മൾ വിശദീകരിക്കും. അതിലൊന്ന് അവരുടെ അമാലുകളാണ്, മലക്കുകളുടെ അമാലുകൾ, അവർക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ദൗത്യങ്ങളാണ്. മറ്റൊന്ന് അവരുടെ സിഫാത്തുകളാണ്, അവരുമായി ബന്ധപ്പെട്ട അവരുടെ വിശേഷണങ്ങൾ, പരിശുദ്ധ ഖുർആനിലും ഹദീസിലും ആയിക്കൊണ്ടുവന്ന അവരെ പറ്റിയുള്ള സംബന്ധിച്ചുള്ള വിശേഷണങ്ങളാണ്. മറ്റൊന്ന് അവരുടെ അസ്മാകളാണ്, അവരുടെ നാമങ്ങളാണ്. ഏതൊക്കെ മലക്കുകളുടെ പേരുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുള്ളത് എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള 4 കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അവൻ്റെ അദൃശ്യമായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളെ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കാനും അത് പഠിച്ച് ബോധ്യപ്പെട്ട് കൃത്യമായി കൊണ്ട് അതനുസരിച്ച് ജീവിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസീകും വ ഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മലക്കുകൾ അവരുടെ യഥാർത്ഥ രൂപത്തിൽ, സാക്ഷാൽ രൂപത്തിൽ നമ്മുടെ ഉമ്മത്തിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ മലക്കുകൾ ചില സന്ദർഭങ്ങളിൽ മനുഷ്യരൂപം പൂണ്ട്
വരാറുമുണ്ട്. അത് നമ്മൾ മുമ്പ് ഒരു ഖുത്ബയിൽ സൂചിപ്പിച്ചിട്ടുമുണ്ട്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമ മനുഷ്യരൂപത്തിൽ റസൂലുള്ളാഹിയുടെ പള്ളിയിലേക്ക് കടന്നു വന്നത് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. മറ്റു സന്ദർഭത്തിലും ജിബ്രീൽ അലൈഹിസ്സലാമ മനുഷ്യരൂപത്തിൽ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ സൂചിപ്പിച്ചതാണ്. അങ്ങനെ മനുഷ്യരൂപത്തിൽ വരുന്ന സന്ദർഭത്തിൽ മറ്റുള്ളവർക്ക് സ്വഹാബത്തിന് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പ്രിയമുള്ളവരെ, മലക്കുകളിലുള്ള വിശ്വാസം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ്. മലക്കുകളിലുള്ള വിശ്വാസം ഒരുത്തനിൽ ദൃഢപ്പെടുന്നതനുസരിച്ച് അവൻ്റെ വിശ്വാസം, അള്ളാഹുവിലുള്ള വിശ്വാസം അധികരിക്കുകയാണ് ചെയ്യുക. ഓരോ ദൗത്യത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ വിശ്വാസം അധികരിക്കുകയാണ് ചെയ്യുക. ഒരു ഉദാഹരണം എടുത്ത് നോക്കുകയാണെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ്റെ നന്മയും തിന്മയും രേഖപ്പെടുത്താൻ മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന, കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്ന മലക്കുകൾ രേഖപ്പെടുത്തിയിട്ടല്ലാതെ ഒരു വാക്ക് പോലും ഒരു മനുഷ്യനും ഉച്ചരിക്കുന്നില്ല എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു നൽകുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഉച്ചരിക്കുന്ന ഓരോ വാക്കും കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്ന മലക്കുകൾ ഉണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ അവൻ്റെ വാക്കുകൾ അവൻ കൃത്യമായി കൊണ്ട് സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കും. അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ഒരു വാക്ക് ഒരു സത്യവിശ്വാസിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല. അവന് കൃത്യമായിട്ടുള്ള ബോധം ഉണ്ടാവും, ഞാൻ ഈ പറയുന്ന ഒരു വാക്കും കൃത്യമായി കൊണ്ട് മലക്കുകൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അത് നാളെ പരലോകത്ത് എനിക്കെതിരിൽ വരാൻ സാധ്യതയുണ്ട്. വലത് കൈയിലും ഇടത് കൈയിലുമായിക്കൊണ്ട് കിതാബ് ലഭിക്കുന്ന ആളുകൾ, വലത് കൈയിൽ ലഭിക്കുന്നവർ നന്മയുടെ തുലാസ് കൂടുതലായ ആളുകൾക്കാണ് വലത് കൈയിൽ കിതാബ് ലഭിക്കുക. അവരുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തി വലത് കൈയിൽ ലഭിക്കുന്ന ആളുകൾ നന്മയിൽ അതിരുകവിഞ്ഞ ആളുകളാണ്, നന്മയിൽ അവർ മുൻപന്തിയിലായ ആളുകളാണ്. എന്നാൽ ഇടത് കൈയിൽ കിതാബ് ലഭിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ഇത്തരത്തിലുള്ള മലക്കുകൾ അവരുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയത്, ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ രേഖപ്പെട്ടത് ഇടത് ചുമലിലെ മലക്കിൻ്റെ ഏടിലാണെങ്കിൽ നാളെ പരലോകത്ത് ഇടത് കൈയിലായിരിക്കും അവൻ്റെ കിതാബ് ലഭിക്കുക. അവൻ്റെ സങ്കേതമെന്ന് പറയുന്നത് ചൂടേറിയ, ശിക്ഷയേറിയ നരകമായിരിക്കും എന്ന ബോധം പ്രിയമുള്ളവരെ ഉണ്ടാകുമ്പോൾ അവൻ്റെ വിശ്വാസം ഒന്നുകൂടി ദൃഢപ്പെടുന്നു. അള്ളാഹുവിലുള്ള അവൻ്റെ തഖ്വ ഒന്നുകൂടി ദൃഢപ്പെടുന്നു. അത്തരത്തിൽ മലക്കുകളിൽ വിശ്വസിച്ച് കൃത്യമായി കൊണ്ട് മലക്കുകളുടെ ദൗത്യങ്ങൾ മനസ്സിലാക്കി, മലക്കുകളുടെ വിശേഷണങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹുവിലേക്ക് ഒന്നുകൂടി അടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരം വിശ്വാസ കാര്യങ്ങൾ വളരെ ഗൗരവത്തിൽ തന്നെ നമ്മൾ കാണണം, അത് പഠിക്കാൻ നമ്മൾ ഒന്നുകൂടി ഗൗരവം കാണിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്, റബിയുൽ അവ്വൽ മാസത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നിരിക്കുകയാണ്. ഇന്ന് റബിയുൽ അവ്വൽ 1-ാം തീയതിയാണ്. പൊതുവേ റബിയുൽ അവ്വൽ വരുന്ന സന്ദർഭത്തിൽ നമ്മുടെ നാടുകളിൽ കണ്ടുവരാറുള്ള ഒരു പ്രവൃത്തിയാണ് റസൂലുള്ളാഹിയെ പ്രത്യേകമായി കൊണ്ട് പുകഴ്ത്തി റസൂലുള്ളാഹിയുടെ ജന്മദിനം വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അതിലേക്കുള്ള ആഘോഷത്തിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളത്. പ്രിയമുള്ളവർ, ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും ഒരു സമയത്ത് അല്ലെങ്കിൽ സന്ദർഭത്തിൽ മാത്രം റസൂലുള്ളാഹിയെ പുകഴ്ത്തേണ്ട അല്ലെങ്കിൽ റസൂലുള്ളാഹിയുടെ മേൽ സ്വലാത്ത് ചെല്ലേണ്ടവനല്ല ഒരു വിശ്വാസി എന്ന് പറയുന്നത്. അത് നമ്മൾ ആദ്യമായി കൊണ്ട് മനസ്സിലാക്കണം. ഒരു പ്രത്യേകം മാസം വരുമ്പോൾ ഈ മാസത്തിൽ റസൂലുള്ളാഹിയെ ഒന്നുകൂടി പുകഴ്ത്തണം, അല്ലെങ്കിൽ റസൂലുള്ളാഹിയുടെ പേരിൽ ആഘോഷങ്ങൾ ഉണ്ടാകണം എന്ന് വിശ്വസിക്കേണ്ടവനല്ല ഒരു വിശ്വാസി. സദാസമയത്ത് റസൂലുള്ളാഹിയുടെ മേൽ സ്വലാത്ത് ചൊല്ലേണ്ടവരാണ് വിശ്വാസികൾ. അതിലൂടെ ഒരുപാട് പ്രതിഫലങ്ങൾ നേടിയെടുക്കേണ്ടവരാണ് വിശ്വാസികൾ. എന്നാൽ ഒരു മാസം വരുമ്പോൾ കൃത്യമായി കൊണ്ട് ഈ മാസത്തിൽ ഇങ്ങനെ എന്ന് നിശ്ചയിക്കാൻ പാടുള്ളതല്ല. അതൊരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടില്ല. അതൊരിക്കലും അവൻ്റെ സ്വഹാബത്ത്, റസൂലുള്ളാഹിയുടെ സ്വഹാബത്ത് അതിൽ മാതൃക നൽകിയിട്ടില്ല. എന്നാൽ അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ് പ്രിയമുള്ളവരെ പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളത്. പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളത് ഒരിക്കലും പ്രിയമുള്ളവരെ ഒരിക്കലും
അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടില്ല. അതിന് സഹായിക്കുന്ന ഒരു ഹദീസ് പോലും സ്ഥിരപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കില്ല. അവിടുന്ന് സ്വഹാബത്ത് അത് ആഘോഷിച്ചതായി നമുക്ക് കാണാൻ സാധിക്കില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുത്ബയിൽ ഇൻഷാ അല്ലാഹ് ഇതിനെപ്പറ്റി നമ്മൾ വിശദീകരിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത്തരത്തിലുള്ള നബിദിനാഘോഷത്തിൻ്റെ ഒരുക്കങ്ങളിൽ, അതുമായി ബന്ധപ്പെട്ട മദ്ഹ് പാട്ടുകളിൽ ഒരിക്കലും അള്ളാഹുവിൻ്റെ അവൻ്റെ റസൂലിലും കൃത്യമായി കൊണ്ട് വിശ്വസിക്കുന്ന ഒരു വിശ്വാസി അതിലൊന്നും ഉൾപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനി ഏതാനും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളിലായിരിക്കും ബഹുഭൂരിഭാഗം തെറ്റായിപ്പോയ, തെറ്റ് മനസ്സിലാക്കിയ മുസ്ലിമീങ്ങളും ഉണ്ടാവുക. അത്തരത്തിലുള്ള ഏർപ്പാടുകളിൽ നമ്മൾ ഓരോരുത്തരും ഉണ്ടാകാൻ പാടില്ല, നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതിനെപ്പറ്റിയുള്ള കൃത്യമായ ഇൻഷാ അല്ലാഹ് ധാരണ അടുത്ത ഖുത്ബയിൽ ഉണ്ടാക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. നാളെ പരലോകത്ത് സ്വർഗത്തുൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രമാണങ്ങളനുസരിച്ച് പ്രമാണബദ്ധമായി കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ കൂട്ടത്തിൽ കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ, അവരുടെ കടം എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഭയാനകമായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവരുടെ രോഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ശിഫ നൽകി പരിപൂർണ്ണ ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അഖിമിസ്സലാം.